പല വിവിധ രാഷ്ട്രീയ ചേരികളിലായിരുന്നവരോടൊപ്പം പോലും വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു നേതാവ്. അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തെ രാഷ്ട്രീയമായി കൂടി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. പല വിശാല മതേതര സഖ്യം രൂപപ്പെടുത്തുമ്പോൾ യെച്ചൂരിയുടെ ഈ സൗമനസ്യം അദ്ദേഹം ആ കൂട്ടായ്മയ്ക്ക് കരുത്താകുന്നതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി സ്മരിക്കുമ്പോഴാണ് ആ നേതാവ് ആരായിരുന്നു എന്നുള്ളത് ഓർത്തെടുക്കേണ്ടി വരുന്നത്. ഒരുപക്ഷേ അന്ന് 2 UPA സർക്കാരുകളുടെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നതുണ്ട്, രാജ്യം വർഗീയ ഫാസിസ്റ്റുകളുടെ പിടിയിലേക്ക് പോകുകയാണ്, അതിന് ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, നവ ഉദാരീകരണ നയങ്ങൾ ഉപേക്ഷിക്കുക, ജനപക്ഷ നിലപാടുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആകെ ഉയർത്തിക്കൊണ്ടുവരിക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ തന്നെ നിലനിർത്തുക, അത് സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ 2ാം 3ാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ BJPക്ക് സീറ്റുകൾ കുറയ്ക്കാൻ വേണ്ടി സീതാറാം യെച്ചൂരി കൊടുത്ത തന്ത്രം, അതായത് ഓരോ സംസ്ഥാനങ്ങളും അവരുടേതായ പ്രാദേശിക തലത്തിൽ സഖ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതോടൊപ്പം തന്നെ പരമാവധി BJP വിരുദ്ധ വോട്ടുകൾ നേടിയെടുക്കുക എന്നതിലായിരിക്കണം ശ്രദ്ധ. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സഖ്യമല്ല, അതാത് സംസ്ഥാനങ്ങളിൽ പരമാവധി വോട്ടുകൾ ശേഖരിക്കുക, അങ്ങനെ ശേഖരിച്ചുകൊണ്ട് മാത്രമേ BJPയുടെ സീറ്റുകൾ കുറയ്ക്കാൻ കഴിയൂ എന്ന അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ആ കാഴ്ചപ്പാട് അത് അവിടെ സാർത്ഥകമാവുകയും ചെയ്തു. അങ്ങനെ 3ാം മോദി സർക്കാരിന്, ഭൂരിപക്ഷമില്ലാത്ത മോദി സർക്കാർ അധികാരത്തിൽ വരാൻ ഇടയാക്കിയ ആ വിശാലമായ ആ ദീർഘവീക്ഷണം, യെച്ചൂരിയുടെ ആ ദീർഘവീക്ഷണം, അത് UPA സർക്കാരിലായാലും ഇപ്പോൾ 3ാം മോദി സർക്കാരിൽ എത്തി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് ഒരു മതനിരപേക്ഷ ചേരിയെ കൊണ്ടുപോകേണ്ടത്, അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഒത്തൊരുമിപ്പിക്കേണ്ടത് എങ്ങനെ എന്ന കൃത്യമായ ദിശാബോധമുള്ള, ഒരുപക്ഷേ അദ്ദേഹം വിടവാങ്ങുമ്പോൾ പോലും കൃത്യമായൊരു ബോധ്യം നൽകിയിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് BJPയെയും സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തുന്ന ഭീഷണിയെ നേരിടേണ്ടത്, അതിൽ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ, സഖ്യങ്ങൾ, അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ അദ്ദേഹത്തിന് ഇപ്പോൾ മന്ത്രി BN വാസവൻ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്ന സീതാറാം യെച്ചൂരിയെ ഒരു നോക്ക് കാണാനായി അന്ത്യാഭിവാദ്യം, വിപ്ലവം, ജീവിത വിപ്ലവം, അന്ത്യവിപ്ലവാശംസ സഖാവേ എന്ന് പറഞ്ഞുകൊണ്ട് സീതാറാം യെച്ചൂരിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട നേതാവ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ധീരനായ പോരാളി, JNUവിൻ്റെ ചരിത്രം തിരുത്തിക്കുറച്ച വിദ്യാർത്ഥി നേതാവ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ധീരസഖാവേ ലാൽ സലാം ലാൽ സലാം എന്ന് ഏറ്റ് പറയുകയാണ്, മുദ്രാവാക്യം ഉച്ചത്തിൽ മുഴങ്ങുകയാണ് AKG ഭവനിൽ. അവിടെ ഒരു മികച്ച കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ധനമന്ത്രി KN ബാലഗോപാൽ, മന്ത്രി മുഹമ്മദ് റിയാസ്, ഇവരോടെല്ലാം തന്നെ വിവിധ കാലഘട്ടങ്ങളിൽ, അതായത് SFI നേതാക്കൾ മുതൽ പാർട്ടിയുടെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെ സംഘടനയ്ക്ക് അപ്പുറത്തേക്ക് കൃത്യമായ, ഇപ്പോൾ സോണിയാഗാന്ധി AKG ഭവനിലേക്ക് സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിച്ചേരുകയാണ്. ജയറാം രമേശും ഒപ്പമുണ്ട്. വളരെ കൃത്യമായി ഒരുപക്ഷെ സോണിയാഗാന്ധിയെ നേതൃത്വം നൽകിയ UPA സമയത്ത് നടത്തിയ ഇടപെടലുകൾ, നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല, അതായത് തിരുത്തൽ ശക്തിയായി നിലകൊണ്ട സീതാറാം യെച്ചൂരി, ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ കടന്നപ്പള്ളി രാമചന്ദ്രൻ അന്തിമോപചാരം അർപ്പിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് അന്തിമോപചാരം അർപ്പിക്കുന്നു. ഇപ്പോൾ സോണിയാഗാന്ധി, വളരെ സുഖകരമായ ചില ഓർമ്മകൾ സോണിയാഗാന്ധിക്കുമുണ്ട്. കാരണം കൃത്യമായ ദിശാബോധമില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ UPA കൃത്യമായ നേരായ വഴികളിലേക്ക് നയിച്ച ഇടത് കരുത്തിൻ്റെ പോരാളി സീതാറാം യെച്ചൂരി. ആ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാരാധ്യനായ നേതാവ്, ആ ധീര പോരാളിക്ക് സോണിയാഗാന്ധി അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. 2 UPA സർക്കാരുകളുടെ കാലം ഓർത്തെടുക്കുകയാണ് രാജ്യത്തെ കോൺഗ്രസ്
പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും അടക്കം രാജ്യം കണ്ട ഏറ്റവും വലിയ 2 നിയമങ്ങൾ, വിവരാവകാശ നിയമം, ഒപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതി, ഈ 2 പദ്ധതികളും UPA സർക്കാരിനെ കൊണ്ട് യാഥാർത്ഥ്യമാക്കിക്കാൻ സക്രിയമായ ഇടപെടൽ നടത്തിയ സീതാറാം യെച്ചൂരി അങ്ങനെ ഒരേ സമയം കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ, മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ, ഉജ്ജ്വല സംഘടനാ വൈഭവമുള്ളയാൾ, അതോടൊപ്പം തന്നെ മികച്ച പാർലമെന്റേറിയൻ, മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ, മികച്ച സുഹൃത്ത്, ഹൃദയം കൊണ്ട് സംവദിച്ച സഖാവ് സീതാറാം യെച്ചൂരി. ഡിയർ കോമ്രേഡ് ലാൽ സലാം. അങ്ങനെ ഓർത്തെടുക്കുകയാണ് സീതാറാം യെച്ചൂരിയെ പലരും. ഒരുപക്ഷെ നേരത്തെ ഇന്ന് നേപ്പാളിലെ മുൻ പ്രധാനമന്ത്രി കൂടിയായ ബാബുറാം ഭട്ടാറായി എന്ന പ്രചണ്ഡ എഴുതിയ ലേഖനത്തിൽ സീതാറാം യെച്ചൂരിയെ ഓർക്കുന്നത് 77 കാലഘട്ടത്തിൽ അവർ ഒരുമിച്ച് പഠിച്ചതാണ് JNU. അന്ന് നേപ്പാളിൽ 77 കാലഘട്ടമാണ്, ഓർക്കണം. അന്ന് തന്നെ നേപ്പാളിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഇങ്ങ് ദില്ലിയിലിരുന്നു കൊണ്ട് തന്ത്രങ്ങൾ മെനഞ്ഞ ആ വിദ്യാർത്ഥി. നമുക്കോർക്കാൻ കഴിയുന്നത് ചെഗുവേര എന്ന മഹാനായ വിപ്ലവകാരി നടത്തിയ വിപ്ലവ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ക്യൂബയിൽ ബാറ്റിസ്റ്റൂട്ട ഭരണത്തെ തകർത്തെറിഞ്ഞ് ഫിഡൽ കാസ്ട്രോ സർക്കാർ രൂപീകരിച്ചു. ആ സർക്കാരിൽ ധനകാര്യ വകുപ്പിൻ്റെ, നാഷണൽ ബാങ്കിൻ്റെ പ്രസിഡന്റ് ചുമതല വഹിച്ചുകൊണ്ടിരുന്ന ചെഗുവേര പിന്നീട് ആഫ്രിക്കയിലേക്കും ആ സുഖസൗകര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് ആഫ്രിക്കയിലേക്കും പിന്നീട് ബൊളീവിയയിലും അടക്കം നടത്തിയ വിപ്ലവ സഞ്ചാരങ്ങൾ അതിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു സീതാറാം യെച്ചൂരിയുടെ 77 കാലഘട്ടത്തിൽ നേപ്പാളിൽ അടക്കം നടത്തിയ. ഒരുപക്ഷെ നേപ്പാളിൽ വിവിധ കാലഘട്ടങ്ങളിൽ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ ഇടയാക്കിയതിൽ വളരെ കൃത്യമായ ഇടപെടൽ സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്നു. ഹർകിഷൻ സിംഗ് സുർജിത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് കൃത്യമായ ചില തന്ത്രങ്ങൾ നേപ്പാളിന് നൽകിയതിലടക്കം സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന നേതാവിൻ്റെ ദീർഘവീക്ഷണമുള്ള പോരാളിയുടെ ആ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. നിരവധി ആളുകൾ ഇപ്പോൾ സീതാറാം യെച്ചൂരി എന്ന ആ പോരാളിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. മംഗനാട്ടിലെ, തെലങ്കാനയിലെ, കേരളത്തിലെ, ത്രിപുരയിലെ നിരവധി സഖാക്കൾ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഹൃദയം കൊണ്ട് സംബന്ധിച്ച നേതാവിനോയി ഒരിറ്റ് കണ്ണുനീർ, ഒരുപക്ഷെ വല്ലാത്ത ഒരു ദുഃഖം ഈ രാജ്യമുമ്പാകെ ഇപ്പോൾ തളം കെട്ടി നിൽക്കുകയാണ്. സീതാറാം യെച്ചൂരി, താങ്കളുടെ വിടവാങ്ങൽ ഈ രാജ്യത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, ഈ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾക്കാകെ, ഇന്ത്യ എന്ന ആശയത്തിനാകെ, സംഘപരിവാറിന് മുന്നിൽ എപ്പോഴും പ്രതിരോധം തീർക്കുന്ന വലിയൊരു മുന്നണിക്ക് വലിയ നഷ്ടമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മരിക്കുമ്പോൾ നഷ്ടമുണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, അതൊരു സമൂഹത്തിനാകെ കൂടിയാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് സഖാവേ എന്ന് പറയുകയാണ് ലാൽ സലാം സഖാവേ, ഡിയർ കോമ്രേഡ് സീതാറാം യെച്ചൂരി. കപിൽ സിബൽ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. എംപിമാരായ എ റഹീം, ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, വി ശിവദാസൻ അടക്കമുള്ളവർ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വശ്യമായ പുഞ്ചിരി കൊണ്ട് എതിർക്കുന്നവരെ പോലും സുഹൃത്താക്കി മാറ്റാൻ കഴിയുന്ന അനിതര സാധാരണമായ ആ കഴിവ്, ആ വശ്യമായ പുഞ്ചിരി, അത് ഇനി ഓർമ്മകളിലേക്ക് മറയുകയാണ്. സീതാറാം യെച്ചൂരി, താങ്കളുടെ വിസ്മയിപ്പിക്കുന്ന പുഞ്ചിരി, താങ്കളുടെ ഇടപെടലുകൾ, താങ്കളുടെ ജനസാമാന്യത്തോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചപ്പാടുകൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അചഞ്ചലമായി നയിച്ച ധീരപോരാളി, താങ്കൾക്ക് ലാൽ സലാം.
लाइन पे इस जो साइड वाली रास्ते से लाइन पे आ जाइए, एक एक करके लाइन पे आ जाइए। VIP एंट्री बन जाएगी। സോണിയാഗാന്ധി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ച ശേഷം മടങ്ങുകയാണ്. പേരറിയുന്നവരും പേരറിയാത്തവരുമായ നിരവധി പേർ ഹൃദയം കൊണ്ട് യെച്ചൂരിയെ പാർട്ടി സഖാക്കൾ, സുഹൃത്തുക്കൾ ഒക്കെ ഭവനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടി വലിയ തരത്തിൽ പ്രത്യയശാസ്ത്രപരമായ ചില നിലപാടുകൾ വ്യക്തമാക്കേണ്ടി വന്ന സാഹചര്യങ്ങളിൽ വളരെ ലളിതമായി പാർട്ടി പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്ക് മുമ്പിലും വളരെ ലളിതമായ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച സീതാറാം യെച്ചൂരി വിവിധ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഉയർത്തിയ നിലപാടുകൾ ഒരുപക്ഷെ ഈ നവ ഉദാരീകരണ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, കാലഘട്ടത്തിനനുസരിച്ച് മാർക്സിസ്റ്റ് ആശയങ്ങളെ എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കേണ്ടത് എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ ഒരു പാർട്ടിക്കാകെ, പാർട്ടി പ്രവർത്തകർക്കാകെ കൃത്യമായ വെളിച്ചം തെളിച്ചം നൽകുകയും ചെയ്തു.